ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങളെയാണ് നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ നിയോഗം തന്നത്. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ നാവ് ആനന്ദിച്ചു, എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ വചനം പറഞ്ഞതിൻ്റെ ചരിത്ര പശ്ചാത്തലം വിവരിക്കുവാൻ സമയം അനുവദീനമല്ല. എന്നാലും ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് പറഞ്ഞിട്ട് ഈ വചനത്തിൽ നിന്ന് 2 സന്ദേശങ്ങൾ നിങ്ങളോട് പറയാനാണ് കർത്താവിൻ്റെ ഉള്ളിൽ ബോധ്യം തന്നിരിക്കുന്നത്. സ്തോത്രം. ഇത് പെന്തിക്കോസ് നാളിൽ മർക്കോസിൻ്റെ മാളിക മുറിക്കകത്ത് തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവ് രംഗപ്രവേശനം ചെയ്തപ്പോൾ ഇവർക്ക് വീഞ്ഞാന്നൊക്കെ വന്ന് കണ്ടവർ പറഞ്ഞപ്പോൾ അവരുടെ മുമ്പിൽ 10 പേരോടുകൂടെ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗം നടത്തിയ പ്രസംഗ പരമ്പരകൾക്കകത്ത് ദാവീദ് 16-ാം സങ്കീർത്തനം ചമച്ചപ്പോൾ എഴുതി വെച്ച ചില കാര്യങ്ങൾ ഈ പ്രസംഗത്തോട് ബന്ധപ്പെട്ട് എടുത്തുദ്ധരിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പെന്തിക്കോസ് നാളിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം വളരെ ഗഹനമായ കാര്യങ്ങൾ ഈ വചനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയാനുണ്ട്. ഇതേ വാക്യം തന്നെ 16-ാം സങ്കീർത്തനത്തിൽ കിടപ്പുണ്ട്, 8-9 വാക്യങ്ങൾ. സ്തോത്രം. അതുകൂടെ ഒന്ന് വായിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുകയാണ്. 16-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങൾ. സ്തോത്രം. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. 2 കാര്യങ്ങൾ സങ്കീർത്തനക്കാരനായ ദാവീദ് വെളിപ്പെടുത്തുക. ഒന്നാമത്തെ കാര്യം, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. ചുറ്റുപാടുകളിൽ എന്താ നടക്കുന്നതെന്നല്ല എൻ്റെ വിഷയം. എൻ്റെ കണ്ണ് എൻ്റെ രക്ഷകനെ കണ്ടുകൊണ്ടേയിരിക്കുക. എന്നിട്ട് പറയാ ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അടുത്ത ഭാഗം നിശ്ചയിക്കുക, ദൈവം എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. സ്തോത്രം. ഈ 2 സന്ദേശമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ഞാൻ കർത്താവിൻ്റെ കൃപയെ ശരണപ്പെടുന്നത്. ഈ സങ്കീർത്തനം ദാവീദ് ചമയ്ക്കുന്ന സമയത്ത് 16-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യം പിന്നെ എപ്പോഴും വായിച്ചു നോക്കണം. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. ഒന്ന് വായിച്ചേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ സകല നന്മയുടെ ഉറവിടം ആരാണ്? യേശുവാണ്. സ്തോത്രം. നീയാണ് എൻ്റെ സകല നന്മയുടെ ഉറവിടം. താഴോട്ട് വായിക്കും. ആ സങ്കീർത്തനം വളരെ നല്ല സങ്കീർത്തനമാണ്. 4-ാമത്തെ വാക്യം, അന്യദേവനെ കൈക്കൊള്ളുന്നവൻ്റെ വേദന വർദ്ധിക്കും. 5-ാമത്തെ വാക്യം, എൻ്റെ അവകാശത്തിൻ്റെയും മാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശം. കണ്ടോ, ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവന് അവൻ പറയാ, എപ്പോഴും എൻ്റെ കണ്ണ് എൻ്റെ ദൈവത്തെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ആരെങ്കിലും വചനം കേൾക്കുന്നെങ്കിൽ പ്രശ്നത്തെ കാണരുത്, യേശുവിനെ കാണണം. സ്തോത്രം. നമ്മുടെ കൺമുമ്പിൽ നിന്ന് ആര് പോകരുത്? നമ്മുടെ കർത്താവ് പോകരുത്. സ്തോത്രം. എബ്രായ ലേഖനം പഠിക്കുമ്പം വായിക്കണ്ട, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. കണ്ണ് പറിക്കാതെ നോക്കിക്കോണം. എബ്രായ ലേഖനം 3-ാം അധ്യായം നോക്കിയാൽ പോരാ, ശ്രദ്ധിച്ചു നോക്കണം. 34-ാം സങ്കീർത്തനം 5-ാം വാക്യം നോക്കിയാൽ പാസ്റ്റർ പറഞ്ഞ ദൂത് പറയുക, നീ പ്രകാശിതരാകും, നിന്റെ മുഖം ലജ്ജിക്കുകയില്ല. കേട്ടോ. അപ്പൊ കർത്താവിൻ്റെ മുഖത്തുനിന്ന് നിങ്ങൾ കണ്ണ് പറിക്കാൻ പാടില്ല. സ്തോത്രം. ഒരിക്കല് സ്തെഫാനോസിന്റെ ചരിത്രം, അതൊന്നും ഇപ്പോൾ വായിക്കാൻ നേരമില്ല കേട്ടോ. സ്തെഫാനോസിന്റെ ചരിത്രം, സ്തെഫാനോസിനെ സ്തോത്രം മതനേതാക്കന്മാരെല്ലാം കൂടെ ഹല്ലേലൂയ കല്ലെറിഞ്ഞ് കൊല്ലാൻ തീരുമാനിച്ചു. സ്തോത്രം. സ്തെഫാനോസ് പറയുക, അവരെല്ലാം കൂടെ കോപപരവശരായി സ്തെഫാനോസിന് നേരെ ചെന്നപ്പം സ്തോത്രം നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 7:54
അത് കേട്ടപ്പോൾ അവർ കോപപരവശരായി. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവനോ നോക്കിയേ, ചിലരൊക്കെ പല്ല് കടിക്കുന്നതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട. പല്ല് കടിക്കുന്നവർ അങ്ങനെ നരകത്തിൽ പോകുമ്പോൾ അവിടെ ഒരു സെല്ലുണ്ട്, കരച്ചിലും പല്ലുകടി. ആരെയൊക്കെ പല്ല് കടിക്കുന്ന കണ്ടുകൊണ്ട് വിഷമിക്കുകയൊന്നും ചെയ്യരുത്. അവരങ്ങനെ പല്ല് കടിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തോത്രം. അവർ പല്ല് കടിച്ചോണ്ട് ഇവന് നേരെ ചാടി വന്നു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. കണ്ടോ? അപ്പൊ ആത്മാവിൽ നിറയാൻ ഏറ്റവും നല്ലത് സഭായോഗത്തിന് വരുമ്പോഴല്ല, ചിലരൊക്കെ നിനക്കെതിരെ പല്ല് കടിക്കുമ്പോഴാണ്. പറ്റുമോ അങ്ങനെയൊക്കെ? അവര് പല്ല് കടിക്കുന്നതിനെക്കാട്ട് ഇരട്ടി നമ്മൾ പല്ല് കടിക്കരുത്. സ്തോത്രം. അവർ കോപപരവശരായി പല്ല് കടിച്ച് അവന് നേരെ വന്നപ്പം അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞെടുത്തേ കേട്ടോ. സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് സ്തെഫാനോസ് പറയാ, ഞാൻ കാണുന്നു ദൈവ മഹത്വം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത് ഞാൻ കണ്ടോ. അല്ലാതെ എറിയാമെന്ന കല്ലാന്നോ വേണ്ടേ? കണ്ടോ? അപ്പൊ ദൈവത്തെ നോക്കിയവൻ. 6-ാം അധ്യായം ഒന്നെടുത്ത് അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. 16-ാമത്തെ വാക്യം. ന്യായാധിപ സംഘത്തിലിരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി. ആരെ? സ്തെഫാനോസിനെ ഉറ്റുനോക്കി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നവന്റെ മുഖം മറ്റൊരു ആൾ നോക്കുമ്പോൾ അമി പ്രകാശിച്ചു നിൽക്കുന്ന കാണാം. ഒരാമയും വരുന്നില്ല. ഹല്ലേലൂയ. അല്പനേരം ദൈവത്തെ നോക്കിയ മോശ ഇറങ്ങിയപ്പം ആ ത്വക്ക് മുഴുവൻ പ്രകാശിച്ചു. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ ലൈഫിൽ ഇരുളിമ കയറാതിരിക്കണമെങ്കിൽ ആ നോട്ടം ദൈവത്തിൽ നിന്ന് മാറരുത്. നിങ്ങളുടെ കണ്ണ് ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കണം. ഒരു പ്രതിസന്ധി അല്ല കാണണ്ടേ. ഈ ഭക്തനായ ഇയ്യോബ്, ഞാൻ അങ്ങോട്ടൊക്കെ പോകുന്നില്ല, ഞാൻ വേറൊരു ഭാഗത്തോട്ടാണ് വരാം. ഭക്തനായ ഇയ്യോബ്, സ്തോത്രം, തൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, സ്തോത്രം, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ ചൊറി പിടിച്ചിരിക്കുക. അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു ഇയ്യോബ് തീർന്നു. അപ്പം ഇയ്യോബിനൊരിക്കൽ സംസാരിക്കാൻ ഒരു അവസരം കൊടുത്തു. ഇയ്യോബേ, നിനക്കെന്തോ പറയാനുണ്ട്? ആ പുള്ളി പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യം റെക്കോർഡ് ചെയ്താൽ പോരാ, എഴുതി വെക്കണം. അപ്പം ചോദിച്ചു, എന്തുവാ എഴുതണ്ടേ? ആദ്യം പുസ്തകത്തിൽ എഴുതിയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് അവർ ശാസ്ത്രിയോടെ പുസ്തകം വായിക്കാൻ പോയി. ഉടനെ വിളിച്ചു പറഞ്ഞു, ബുക്ക് വേണ്ട, ഒരു ഇരുമ്പഴുത്താടി കൊണ്ട് പാറ കൊത്തിവെക്കണം. അതെന്തുവാ കൊത്തിവെക്കണ്ടേ? ഞാനിങ്ങനെ അഴുകുമെന്നല്ല, എൻ്റെ വീണ്ടെടുക്കുന്നവൻ, എന്നെ വീണ്ടെടുക്കുന്നവൻ, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. അവൻ ഒടുവിൽ എന്റെ ശരീരത്തില് 400 പുഴു ഉണ്ടെന്നും പറഞ്ഞ് പേപ്പറിൽ എഴുതിയിട്ടില്ല. പിടികിട്ടിയോ? നീ ഇപ്പൊ എന്ത് അനുഭവിക്കുന്ന നല്ല വിഷയം, നീ ആരെ കാണുന്നെന്ന വിഷയം. മനസ്സിലായാലും സ്തോത്രം ചെയ്യാവൂ. നിനക്ക് എത്ര കടമുണ്ടെന്നല്ല ചോദ്യം, ഇതിന് പരിഹാരം തരുന്നവനെ കാണാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ അവരെല്ലാം ഓർത്തു എഴുതി മരണമൊഴി എഴുതുമായിരിക്കും. ഞാൻ പറയുന്നത് എഴുതി വെക്കണം. സ്തോത്രം, ഞാൻ എത്ര നല്ലതായിട്ട് ജീവിച്ചു. ഇപ്പം എൻ്റെ സമ്പത്ത് പോയി, എൻ്റെ പിള്ളേർ പോയി, ആരോഗ്യം പോയി, കുടുംബം പോയി എന്ന് എഴുതണമെന്ന് പറയുമെന്നാണ് ചിന്തിച്ച് അവർ പറയുക, ദേ ഞാൻ പറയുന്നത് ഓടിപ്പോകുന്നവൻ വായിക്കത്തക്ക രൂപത്തിൽ ഇരുമ്പഴുത്താണി കൊണ്ട് എഴുതണം. എന്തുവാ എഴുതണ്ടേ? വായിച്ചേ. സ്തോത്രം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നെന്നും എന്ന് പറഞ്ഞാൽ മനസ്സിലായി. എൻ്റെ കണ്ണ് ശത്രുവിനെ അല്ല കാണുന്നത്, എന്നെ വീണ്ടെടുക്കുന്നവനെ കാണുക. ഒരാമയും വരുന്നില്ല. ഇന്ന് ഈ ആരാധനയിൽ നിനക്ക് വിടുതൽ ഉണ്ടാകണമെങ്കിൽ നീ ഇപ്പം പ്രശ്നത്തെ നോക്കരുത്, യേശുവിനെ നോക്കണം. ഈ വേദപുസ്തകത്തിൽ ഈ ഭാഗം വിടരുത്, അവിടോട്ട് വരാൻ പോകാന്നേ, മറ്റൊരു ഭാഗത്തോട്ട് പോകത്തില്ല. ഈ ഹന്ന എന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ചരിത്രം ശൗമേലിന്റെ പുസ്തകത്തിലുണ്ട്. പ്രാർത്ഥിക്കുന്ന ഹന്നായെ തകർക്കുന്ന പ്രതിയോഗി ഹന്നായുടെ വീട്ടിൽ തന്നെയാണ്. പ്രതിയോഗിയുടെ ചുണ്ടേ നോക്കിയാൽ ഹന്നായ്ക്ക് പട്ടിണി കിടക്കാനേ നേരമുള്ളൂ. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ സകലത്തിനും പരിഹാരം. ദൈവത്തിൻ്റെ അടുക്ക ചെന്ന ദൈവം പറഞ്ഞു കാണുമെന്ന എൻ്റെ ചിന്ത. നീ പെനിയുടെ ചുണ്ടയിലെ നോട്ടം നിർത്തി എൻ്റെ മുഖത്തോട്ട് നോക്ക്, നിന്റെ പ്രശ്നത്തിന് പരിഹാരമാണ്. ഇന്ന് ആരോടോ ദൈവാത്മാ പറയാം, നിന്റെ കണ്ണ് ഉടക്കി കിടക്കുന്ന ചിലടത്തുനിന്ന് ദൈവം ആ കണ്ണിനെ പിഴുതെടുത്ത് നീ ദൈവത്തിങ്കലേക്ക് നോക്കാൻ പോവുക. എത്ര പേര് ആമീൻ പറയും? ഇന്ന് നിന്റെ സകല പ്രശ്നം മാറി യേശുവിൽ നോക്കിയാൽ മതി. അവിടെ വായിക്കുക, യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. എങ്ങനെ ഒന്ന് ഉറക്കെ പറഞ്ഞു. എന്തുവാ?
അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്ത വെച്ചാൽ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. സ്തോത്രം. ശ്രദ്ധിക്കണേ, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയുള്ള ഗുണം. ഈ യായിറോസ് എന്ന് കർത്താവിൻ്റെ കാൽക്കൽ വീണിട്ട് യായിറോസിൻ്റെ വീട്ടിലോട്ട് യേശു, ദൈവത്തിന് സ്തോത്രം, പോകുക. എൻ്റെ കർത്താവിൻ്റെ ഒരു പ്രത്യേകതയൂടെ പറയാം. വേണ്ട, മഞ്ഞ് ഉടുപ്പിട്ട് കുഞ്ഞിനെ മടി വെച്ചോടിക്കുന്ന ആ മോളൊന്ന് കൈ ഉയർത്തി പിടിക്കാം. നിന്നോട് ദൈവം ഒരു കാര്യം സംസാരിക്കുന്ന കാര്യം ഇതാ. നിൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് ആ വീടിനകത്ത് ചിലതിനെ തൊടാനുണ്ടെന്ന് ദൈവം നിന്നോട് സംസാരിക്കുക. ഞാൻ ആ ഭാഗം പറഞ്ഞ് മുമ്പോട്ട് പോട്ടെ, നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. സ്തോത്രം. ഞാൻ ആ വീടിനെക്കുറിച്ച് പറയുമ്പോൾ ചിലരെ കർത്താവ് അമ്മ തൊട്ട് പിടിപ്പിക്കാൻ പോവുക. യേശു യായിറോസിൻ്റെ വീട്ടിലോട്ട് പോവുക. അപ്പം എല്ലാവരും ഈ യായിറോസിൻ്റെ വീട്ടിൽ നടക്കുന്ന അത്ഭുതം കാണാൻ കൊതിച്ചിരിക്കുമ്പം തൻ്റെ വഴി കൂടെ നടന്നു പോയപ്പോൾ ഒരു സ്ത്രീ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി. അവൾ പറയുന്നത്, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് അത്ഭുതം വേണ്ട, ഇപ്പോൾ അത്ഭുതം വേണം. ഒരാമയും പറഞ്ഞാട്ട് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, ചില വീടുകൾക്കകത്ത് ഈ ദിവസങ്ങളിൽ യേശു വരും. ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ചില പ്രശ്നത്തെ നിന്റെ വീടിനകത്തു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ലൈവിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ വീടിനകത്ത് ദൈവം വരും. ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ടല്ലോ, നിന്റെ രക്തബന്ധങ്ങൾ നോക്കി നിൽക്കേ, നിന്റെ വീടിനകത്ത് വെച്ച് പരിഹരിച്ച്. ചില വീടിനകം ദൈവപ്രവൃത്തിയുടെ ഭവനമായി മാറാൻ പോവുക. ചില കുടുംബങ്ങൾക്കകത്ത് വിലാപങ്ങൾ നൃത്തമാകാൻ പോവുക. നിന്റെ സ്തോത്രം. നമുക്ക് ഇച്ചിരൂടെ ഗഹനമായിട്ട് പോകാം. അപ്പം പ്രശ്നങ്ങളെ നമ്മൾ നോക്കരുത്. ആരെ നോക്കണം? യേശുവിനെ നോക്കണം. അടുത്തിരിക്കുന്നതൊക്കെ കൈ കൊടുത്ത് പറ, യേശുവിനെ നോക്കണമെന്ന് പറ. സ്തോത്രം. ധന്യനായ പൗലോസ് പറയുന്ന കേട്ടെ, ഞാൻ കാണുന്നതിനെ അല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാ? ചിലരൊക്കെ ചോദിക്കും, എടാ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഇവർ പാട്ടേ പ്രാർത്ഥനയെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്താ? ഉത്തരം പറയാം, ഞങ്ങൾ പ്രശ്നത്തെ അല്ല നോക്കുന്നത്, ഈ പ്രശ്നത്തിന് പരിഹാരം തരുന്നവനെയാ. സ്തോത്രം, 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 സ്തോത്രം. ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് പറയുക. ഒരു ബൈബിളിലൊരു വാക്യമുണ്ട്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എനിക്ക് മോനെ കൈ ഉയർത്തി ഒന്ന് പിടിച്ചാളാം മോനെ. സ്തോത്രം. ആ റെഡ് ഷർട്ട് ഇട്ട മോനെ ഒന്ന് കൈപൊക്കി പിടിച്ച് ഒന്ന് കൈ ഉയർത്തിപ്പിടി. നിന്നോട് ദൈവം സംസാരിക്കുക. നീ നിന്റെ കണ്ണ് ദൈവത്തിങ്കലേക്ക് നോക്കിയാൽ ഒരിക്കലും സഹായം വരാത്തൊരു സ്ഥലത്തു നിന്ന് നിനക്കൊരു സഹായം വരാൻ പോവുക. പൊട്ടിക്കാത്തൊരു ലെറ്റർ വരുന്ന പോലെ, ഒരു ഫാക്സ് മെസ്സേജ് വരുന്ന പോലെ നിന്റെ ലൈഫിൽ ഇതുവരെ ഇല്ലാത്തത് എന്തോ ഹോളി സ്പിരിറ്റ് എത്തിച്ചു തരാൻ പോവുക. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. എനിക്ക് ഈ ശുശ്രൂഷ നടക്കുമ്പോൾ ആത്മാവിൽ കാണാം ചില വ്യക്തികളോട്, ആ മോനോടൊന്ന് കൈ ഉയർത്തി പിടിച്ചേ. നിന്റെ ആഗ്രഹങ്ങൾ പലതും ദൈവം സാധിപ്പിച്ച് തരാൻ പോവുക. നിന്നിൽ കടത്തിവിടുന്ന ചില ഓവർ ടെൻഷനുകളെ ഇന്നെൻ്റെ ദൈവം ബ്രേക്ക് ചെയ്യാൻ പോവുക. ഇതുവരെ നീ സഞ്ചരിച്ചു വന്ന പാത മാറാൻ പോവുക. വേറൊരു റൂട്ടിലേക്ക് നിന്റെ സഞ്ചാരം ആരംഭിക്കാൻ പോവുക. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന, ഞാൻ എൻ്റെ കണ്ണ് ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ എൻ്റെ കണ്ണ്. എന്താ കാരണം? എനിക്ക് സഹായം എവിടെ നിന്ന് വരും? നിങ്ങൾ ഒട്ടും പേടിക്കണ്ട. ചിലർ മനസ്സിൽ ചോദിക്കുന്നുണ്ട്, എന്നെ സഹായിക്കാൻ ആരുമില്ല. ദൈവം പറഞ്ഞു, ഞാനുണ്ട്. പക്ഷെ ഇപ്പം നീ നോക്കുന്നിടത്തുനിന്ന് നിന്റെ കണ്ണ് പറിക്കണം. എന്നിട്ട് ആ നോട്ടം എങ്കിലേക്ക് വെക്കണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് സംസാരിക്കുക. നിന്റെ നോട്ടത്തിനൊരു ചെറിയ മാറ്റം വരുത്തിയാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു പ്രവചന ദൂത് പറയുക. ഈ ദിവസങ്ങളിൽ സ്തോത്രം, നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സഹായം ദൈവത്തിൽ നിന്ന് നിനക്ക് വരാൻ പോവാ. എത്ര പേരതിന് ആമീൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. അടുത്തിരിക്കുന്നൊക്കെ ഒന്ന് കൈ കൊടുത്തേച്ച് പറ, വിശ്വസിക്കാൻ പറ്റാത്തൊരു സഹായം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ ജീസസ്. ചിലരൊക്കെ അത് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ തുടങ്ങി. ഒന്നുകൂടെ പറയാം, ദൈവത്തിന് സ്തോത്രം. നിന്റെ രക്തബന്ധങ്ങളല്ല, നിന്റെ സ്നേഹിതനല്ല, ഇന്നു വരെ നിങ്ങൾ അവരുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ദൈവം ഉയരത്തിൽ നിന്ന് നിനക്കൊരു സഹായം അയക്കാൻ പോവുക.
ഓ, നീ തന്നെ നിന്റെ വീട്ടിൽ ആ സഹായം വന്നു കയറുമ്പോൾ നിന്റെ വീട്ടിലത് ചർച്ചയാകും, നിന്റെ നാട്ടിൽ. നന്ദി കർത്താവേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർക്ക് ആ സഹായം ഒരു സമ്പത്തായിരിക്കാം, ചിലർക്ക് ആ സഹായം ഒരു അനുഗ്രഹമായിരിക്കാം. എന്നോട് ദൈവാത്മാവ് പറയുക, കണ്ണ് പറിക്കരുത് ദൈവത്തിൽ നിന്ന്, നോട്ടം മാറ്റരുത് യേശുവിൽ നിന്ന്. ആ സഹായം ദൈവത്തിൽ നിന്ന് വരാൻ പോവുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നോക്കിക്കേ, നോക്കാൻ പറ്റിയ മുഖം യേശുവിൻ്റെയാ, വിശ്വസിക്കാൻ പറ്റിയ വാക്ക് യേശുവിൻ്റെയാ, സ്റ്റെപ്പ് എടുക്കാൻ പറ്റിയ വാക്ക് യേശുവിൻ്റെയാ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, എവിടെ നീ തോറ്റോ അവിടെ യേശുവിൻ്റെ ശബ്ദത്തിൽ ഇറങ്ങിയാൽ. സ്തോത്രം. എന്നെ കർത്താവ് കാണിക്കുന്നു ഒത്തിരി പരാജയം അനുഭവിച്ചവര്. സ്തോത്രം. ഒത്തിരി. മോളെ ഒന്ന് കൈ ഉയർത്തി പിടിക്കുക. നിന്നോട് ദൈവം സംസാരിക്കുക. ഒത്തിരി പരാജയം അനുഭവിച്ച നീ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കോ. ആ വാക്കുകൾക്ക് മുമ്പിൽ നീ എടുക്കുന്ന സ്റ്റെപ്പ് വിജയിക്കാൻ പോവാന്ന് ആത്മാവ് പറയുന്നു. ചിലരോട് ദൈവം സംസാരിക്കുക. ജീസസ്, യേശുവിൻ്റെ മുഖത്തുനിന്ന് കണ്ണ് പറിക്കരുത്. ഇവിടുത്തെ ഇവിടെ നിങ്ങളിരിക്കുന്ന പ്രാർത്ഥനാ സ്ഥലമല്ല വിഷയം. നിങ്ങൾ ഒരുപക്ഷെ ഫോണിൽ ഈ മെസ്സേജ് കാണുമായിരിക്കും, അല്ലെ ടി വി കാണുമായിരിക്കും. പക്ഷെ ഞാനൊരു ദൂത് പറയാം, നിങ്ങളുടെ നോട്ടം അവിടെങ്ങുമല്ല, നിങ്ങളുടെ നോട്ടം യേശുവിലാണ്. ദാവീദ് പറയുക, കർത്താവേ, നീ ഒഴികെ എനിക്ക് വേറൊരു നന്മയില്ല. എല്ലാ നന്മ ദൈവമാണ്. അളവ് നൂൽ എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഉറക്കെ പറ, മനോഹര ദേശത്ത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, നമുക്ക് വാക്യത്തിലോട്ട് വരാം. അപ്പം നമ്മുടെ കണ്ണ് ദൈവത്തിൽ നിന്ന് മാറാൻ പാടില്ല. സ്തോത്രം. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ ലോക സ്നേഹം ദൈവത്തിന് ശത്രുത്വമാണ്. ലോകവും ലോകത്തിലുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സ്നേഹിക്കാൻ പാടില്ല. ആവശ്യമില്ലാത്ത വല്ല സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇന്ന് മുറിച്ചു വേണം പോവാൻ. നോട്ടം യേശുവിലാകണം, യേശുവിനെ തന്നെ പ്രണയിക്കണം. ഞാൻ ഇനി ദൂതിലോട്ട് വരിക, നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ. അപ്പം കർത്താവിനെ നമ്മൾ നോക്കിയാൽ കർത്താവിൻ്റെ നോട്ടം നമ്മുടെ മേലുണ്ട്. ഇവിടെ അലക്സിച്ചാൻ പ്രാർത്ഥിച്ചപ്പം ശലോമോൻ പറഞ്ഞൊരു വാക്ക് എടുത്തെടുത്ത് പറഞ്ഞു. ഞാൻ ഓർത്തതിൻ്റെ ദൈവമേ, ആ പുള്ളി എങ്ങനെ അറിഞ്ഞ് ഞാൻ ഇന്നിതാ പറയാൻ പോകുന്നത്? എടുത്തു പറഞ്ഞു, ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ബാക്കി പറയാോ, യഹോവയുടെ കണ്ണും യഹോവയുടെ കാതും തുറന്നിരിക്കും. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക. സ്തോത്രം. നീ ദൈവത്തെ നോക്കി നടന്നാൽ നിന്നെ നോക്കുന്നത് ദൈവത്തിൻ്റെ കണ്ണുകളായിരിക്കും. ഹാഗർ ഒരിക്കല് സാറാമ്മച്ചിയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. സ്തോത്രം. വഴി വെച്ച് ദൈവം കയറി പിടിച്ചു. ഹാഗറേ, നീ എവിടെ പോവാന്ന് ചോദിച്ചു. സ്തോത്രം. സംഭാഷണം അവിടെ കുറച്ച് നടന്നു. ഞാൻ ഓടിപ്പോവാന്ന് പറഞ്ഞു. അല്ല, നീ പോയി നിന്റെ യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കണം. അന്നേരം അവൾ പറയുക, എന്നെ കാണുന്നവൻ ഇവിടെയും എന്നെ കണ്ടല്ലോ. കേട്ടോ, നീ ദൈവത്തെ കാണുന്ന വൺ വേ സിസ്റ്റം അല്ല. നീ ദൈവത്തെ കാണുമ്പോൾ ദൈവത്തിന്റെ കണ്ണുകൾ നിന്നെ കാണുക. നിന്റെ ഓരോ മൂമെന്റ്സും ദൈവം കാണുക. നിന്റെ അറിവില്ലായ്മ കൊണ്ട് നീ എടുത്ത ചില സ്റ്റെപ്പ് പാളിയാൽ ആ ദൈവം ദൂത് തരും, തിരിച്ചുപോയി അടങ്ങിപ്പാർക്ക്. പത്രോസ് പറയുക, കർത്താവേ, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ മീൻ പിടിച്ചു, ഒരു ചെറിയ മീനെ പോലും കിട്ടിയില്ല. പക്ഷേ നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. ആ വള്ളത്തിന് പോരാട്ടം ഉണ്ടെന്ന് പറഞ്ഞോ, ആ വലയെ ബന്ധിച്ചേക്കുമെന്ന് പറഞ്ഞോ, നിന്റെ വല കാണുമ്പോൾ മീൻ ഓടുമെന്നൊന്നും പറഞ്ഞില്ല. നീ എവിടെ തോറ്റോ അവിടെ തന്നെ ദൈവത്തിൻ്റെ വാക്കിന് സ്റ്റെപ്പ് എടുത്താൽ ഒരു നിറവ് ആ ദേശത്ത് വെച്ച് തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് തൊട്ട് പറയുക, എഴുതിയിട്ടോ, നിന്റെ രക്തബന്ധങ്ങൾ നോക്കി നിൽക്കുക തന്നെ ദൈവത്തിൻ്റെ വാക്കിനിറങ്ങിയ നിന്റെ പടക് നിറയുന്നത് അവർ കാണും. ഇതെങ്ങനെ നടന്നെന്ന് ചിലർ ചോദിക്കാൻ പോവുക. ഉത്തരം പറയണം, എൻ്റെ നോട്ടം യേശുവിലാ. അവൻ എന്നോട് എന്തോ പറഞ്ഞാലും ഞാനത് കേൾക്കും. സ്തോത്രം കർത്താവേ. ദൂതിലോട്ട് വരിക, ദൈവത്തിന് സ്തോത്രം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, അപ്പം നമ്മുടെ കണ്ണ് ദൈവത്തെ നോക്കിയാൽ പോരാ, ദൈവത്തിൻ്റെ കണ്ണ് നമ്മളെ നോക്കുന്നുണ്ട്. ഹാഗറിനോട് ദൂതൻ വഴിവെച്ച് പറയുകയാണ്, ദൈവം പറയുകയാണ്, നീ മടങ്ങിപ്പോയി നിന്റെ ദാസിക്ക്
സ്തോത്രം, കീഴ്പ്പെട്ടിരിക്കുക. സാറയുടെ ദാസിയായ ഹാഗരെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് കണ്ടോ? പോകുന്നു? വിളിയാ, സാറയുടെ ദാസിയായ ഹാഗരെ, നീ എവിടെ നിന്ന് വരുന്നു? അപ്പൊ ഈ ദൈവത്തിന് നിന്റെ പേരും വീട്ടുപേരും കുടുംബപ്പേരും ഡേറ്റ് ഓഫ് ബർത്തും മൊത്തം അറിയാം. അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറയാം, എല്ലാം അറിയാന്ന് പറയാം. മിണ്ടുന്നില്ല. പിന്നെ ആരാണ്ട് പ്രാർത്ഥിച്ചപ്പോ ഒരു പേര് വിളിച്ചെന്നും പറഞ്ഞ് നീ എന്തിനാ ഇവിടെ കിടന്ന് കല്ലിക്കുന്നേ? മിണ്ടുന്നില്ല. എടാ, ദൈവാത്മാവിന് എല്ലാം അറിയാവുന്ന, മനസ്സിലായാലോ? സ്തോത്രം ചെയ്യാവോ? സ്തോത്രം, സ്തോത്രം. ദൈവം ഒരിക്കൽ ഇറങ്ങി വന്ന് വിളിക്കുക, ശൗമേലേ, ശൗമേലേ. പിടികിട്ടിയോ? നിനക്ക് കൊതിയുണ്ടോ? ഇന്ന് രാത്രി നീ ഉറങ്ങുമ്പോ യേശു നിന്റെ പേര് വിളിക്കണം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക, കർത്താവേ, ഏതെങ്കിലും ദൈവദാസന്മാര് അല്ലെങ്കിൽ ദൈവം ഇന്ന് രാത്രി എന്നെ പേര് വിളിക്കണം. നിങ്ങൾക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രിക്ക് എൻ്റെ പേരറിയാന്ന് പറഞ്ഞാൽ എനിക്ക് എന്നാ ജാടയായിരിക്കും. ആ കോട്ടയത്ത് വരിക, എന്നാ പിന്നെ അനി ജോർജിനെ ഒന്ന് കണ്ടേച്ചു പോരാ. പറ, 1,00,000 പേര് കൂടുന്ന മഹാസമ്മേളനത്തിൽ പാസ്റ്റർ അനി ജോർജ് നടന്ന് സ്റ്റേജിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നോ ജാടയാ. എന്നാ അഖിലാണ്ടത്തെ ഉണ്ടാക്കിയവന് നിന്റെ പേരറിയാമെന്ന് പറഞ്ഞ, മനസ്സിലായോ വല്ലോ? ശൗമേലേ, ശൗമേലേ. ശൗമേലിന് പരിചയമില്ലാത്തതുകൊണ്ട് ഏരിയയിലെടുക്കാൻ ചെന്നു. ഈ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആത്മീക അഭ്യസനം ഇല്ലാത്തവർക്ക് ആത്മീക ഭാഷ അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവരോടൊന്നും മറുപടി പറയാത്തത്. എന്നാ മിണ്ടാതിരിക്കുന്നത്? നമുക്കറിയാവുന്ന കാര്യം അവർക്കറിയില്ല. ഞങ്ങൾക്കുള്ള അറിവ് എവിടുന്ന? ബൈബിൾ കോളേജിൽ നിന്നല്ല, മുഴങ്കാലിരിക്കുന്ന പ്രാർത്ഥനയിലുള്ള അറിവാ. ഒരാമീൻ വരുന്നില്ല. കാട്ടത്തിയുടെ മേളിൽ കയറിയ സക്കായുടെ കയറിയ അത്തിയുടെ ചോട്ടി ചെന്നേച്ച് പച്ചയുടുപ്പിട്ടവനെ ഇറങ്ങി വന്നല്ല, സക്കായേ, സക്കായേ, വേഗം. നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടപ്പോ കൊതി തോന്നുന്നു. നിങ്ങളുടെ പേര് കർത്താവ്. ദൈവം മേളിൽ വിളിച്ചു, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ. വായിച്ചിട്ടുണ്ടോ ഇതൊക്കെ? നിന്റെ പേര് വിളിക്കും ദൈവം. ഈ രാത്രി നിന്റെ ബെഡ്റൂം ദൈവശബ്ദത്തിന്റെ മാറ്റൊലി മുഴങ്ങുന്ന ഭവനമായി മാറട്ടെ. കൊതിയുണ്ടോ നിനക്ക്? റാഡോടെ വാച്ച് കെട്ടാനല്ല കൊതി ഉണ്ടാകണ്ടിയേ, ബെൻസ് വാങ്ങിക്കാനല്ല കൊതി ഉണ്ടാകണ്ടേ, ദൈവശബ്ദം കേൾക്കാൻ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് ചോദിച്ച്, പേര് കർത്താവ് പേര് വിളിക്കാൻ കൊതിയുണ്ടോന്ന് ചോദിച്ചു. ഞാനാണേ, സ്തോത്രം, ഈ കർത്താവ് വിളിക്കുക, അബ്രഹാമേ, അബ്രഹാമേ. തമ്പുരാൻ വിളിക്കുക ഒരു പേരൊന്നും അല്ല, 2-3 പേര് അങ്ങ് വിളിക്കുക. ശൗമേലേ, ശൗമേലേ, മോശേ, മോശേ. ഉണ്ടോ? ഒരാളെ മാത്രമല്ല. നീ ഇത് വായിക്കാത്ത ആരുടെ കുഴപ്പമോ? ഉണ്ടോ? മിണ്ടുന്നില്ല. ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ, എന്നേലുമൊക്കെ പേര് വിളിക്കാൻ കൃപ തരണേന്നാ. വേണ്ട, മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. മനസ്സിലായവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. നമുക്ക് ദൂതിൻ്റെ പ്രധാന ഭാഗത്തോട്ട് വരാം. സ്തോത്രം. അപ്പം നമ്മുടെ കണ്ണ് ആരെ നോക്കിക്കൊണ്ടിരിക്കണം? ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ കണ്ണ് ആരെ നോക്കുക? ബൈബിളിൽ വാക്യമുണ്ട്, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനല്ലയോ? നിന്റെ കാൽ കല്ലിൽ കാണാൻ അറിയാവുന്ന ആയോണ്ടാ ഞാൻ വായിപ്പിക്കാതെ. വായിച്ചാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന്, നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന്. നീ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി യോഗത്തിന് വരുന്നതിനിടയിൽ പല കല്ലും ദുഷ്ടം വെച്ചതാ. പക്ഷെ നിന്നെ റൂട്ട് മാറ്റി ഇവിടെ എത്തിച്ചത് ദൈവമാണ്. നിന്റെ കാല് പോലും കല്ലിൽ തട്ടാൻ അനുവദിക്കത്തില്ല ദൈവം. അതുപോലെ ദൈവത്തിന്റെ നോട്ടം നിന്റെ മേലുണ്ട്. ബൈബിളിലെ സുന്ദരനൊരു വാക്യം പറയും, യഹോവയുടെ കണ്ണ്
തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാണെന്ന് കാണിക്കാൻ ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോഴും അവൻ ശ്രദ്ധിച്ച് കേട്ടും നിന്റെ മേലെ യഹോവയുടെ ദൃഷ്ടിയുണ്ട്. എത്ര പേര് അതിന് ആമീൻ പറയും? അടുത്ത വാക്യം കേട്ടോ, ഞാൻ ദൃഷ്ടി വെച്ച് നിനക്ക് ഞാൻ ആലോചന പറഞ്ഞു തരും. അപ്പം നമ്മുടെ നോട്ടം മാത്രമല്ല, ദൈവത്തിൻ്റെ നോട്ടവും നമ്മുടെ മേലുണ്ട്. അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറ, ദൈവത്തിൻ്റെ നോട്ടം നമ്മുടെ മേലുണ്ട്. ഇനി പ്രധാന ഭാഗത്തോട്ട് വരിക. ദൈവത്തിന് സ്വന്തം. അപ്പം ഇവിടെ ദാവീദ് വിവരിക്കുകയാണ്, ദൈവത്തിന് സ്വത്രം ശ്രദ്ധിച്ച് കേട്ടെ, എൻ്റെ കണ്ണ് എപ്പോഴും ഹല്ലേലൂയ യഹോവയെ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ കണ്ണ് ഉറങ്ങുമ്പോഴും കർത്താവിനെ കാണുക, ഉണരുമ്പോഴും കാണുക. സ്തോത്രം. ഈ ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിനകത്ത് ഒരു വാക്യമുണ്ട്, ഞാൻ ഉറങ്ങുന്നെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. എന്തിനാ? വാതുക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം കേൾക്കാൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ഉറങ്ങുമ്പോഴും എൻ്റെ ഹൃദയം, ഞാൻ ഉറങ്ങുന്നു എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. റെഫറൻസ് കൂടെ ഒന്ന് പറഞ്ഞേ. ഉത്തമഗീതം 5:2, 5-ാം അധ്യായം 2-ാം വാക്യം. വാതുക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം. ഒന്നൂടെ. ഞാൻ ഉറങ്ങുന്നു എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. ഒരു ദൈവപൈതൽ എന്ന് പറഞ്ഞാൽ ഈ വെളിവുകെട്ടുറക്കമൊന്നും അല്ല. എൻ്റെ ബ്രദറെ, അങ്ങോട്ട് കിടന്നത് മാത്രം അറിയാം, നേരം വെളുത്ത അങ്ങനൊന്നും അല്ല ദൈവമക്കളൊക്കെ. അവർ ഉറങ്ങിയാലും ഉറങ്ങിയില്ലെങ്കിലും രാത്രി ഒരു റെസ്റ്റ് എടുത്താലും അവർക്ക് അതൊരു ഉറക്കം പോലെ. ഒരാമയും വരുന്നില്ല. എനിക്കെന്തോ ദൈവാത്മാവ് രാത്രിയിലൊക്കെ ചില സമയത്തൊക്കെ തട്ടി ഉണർത്താറുണ്ട് ദൈവം. ചിലർക്ക് കാലുവേനൊക്കെ തന്നേക്കുന്ന ഉണർന്ന് പ്രാർത്ഥിക്കാനാണ്, നമ്മൾ ഒട്ടും എഴുന്നേക്കത്തില്ല. ആ കാലിലിട്ട് മറ്റേ കാലുകൊണ്ട് ഇങ്ങനെ ആ സ്തോത്രം തൂത്ത് കിടക്കുമല്ലാതെ എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ച് ആ കാലുവേദന പൂർണ്ണമായിട്ട് പോകും. നമ്മൾ മിണ്ടുന്നില്ല. രാത്രി ചില സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എഴുന്നേറ്റ് സിംഹം വരുന്നതിന് പുലി വരുന്നു കണ്ടേച്ച് ഉടനെ അയ്യോ ഇന്ന് രാത്രി ഞാൻ ഉറക്കം പോയെന്നല്ല, മുട്ട എഴുന്നേറ്റ് സ്വപ്നത്തിൽ വെളിപ്പെട്ടവനെ ഒന്ന് ശാസിച്ചു കിടന്ന് നല്ല ഉറക്കം കിട്ടും. രാത്രി വല്ലതൊക്കെ സ്വപ്നം കാണുവോ, ഇച്ചിരിയൊക്കെ ഉണർന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ ഓർത്തണം, നിന്റെ കൂടെ ദൈവം ഉണ്ട്. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ ബെഡ്റൂം ദൈവത്തിൻ്റെ സമ്മേളന മുറിയാക്കാൻ? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ബെഡ്റൂമിൽ? എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, ഇസ്രായേലിൻ്റെ പരിപാലകൻ ബാക്കി പറയാം മയങ്ങത്തില്ല. നീ ഉറങ്ങുമ്പോഴും എൻ്റെ ദൈവം 24 hours ദൈവത്തിൻ്റെ കണ്ണ് നിന്നെ നോക്കിക്കൊണ്ടേയിരിക്കുക. എനിക്കറിയാം ഇന്ന് യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് ആരെയൊക്കെയോ ദൈവം പേര് വിളിക്കാൻ പോവുക. നിന്റെ കുടുംബത്തിൽ ആരെയും വിളിക്കാത്ത പേര് നീ പറയണ, യേശുവിന് എൻ്റെ പേരറിയാം. സ്തോത്രം. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് വാക്യത്തിലോട്ട് വരാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അപ്പം നമ്മുടെ കണ്ണ് ആരെ കണ്ടുകൊണ്ടിരിക്കുക? എപ്പോഴും ദൈവത്തെ. പ്രശ്നങ്ങളെ നോക്കല്ലെന്ന് പറ. അടുത്തിരിക്കുന്നൊക്കെ ഒന്ന് കൈ കൊടുത്ത് വെച്ചാൽ പ്രശ്നങ്ങളെ നോക്കല്ലെന്ന് പറ. നമ്മൾ പ്രശ്നത്തെ നോക്കിയാൽ നമ്മൾ ഒറ്റ യോഗത്തിനെ വരത്തുള്ളൂ. പ്രശ്നത്തെ നോക്കാതിരുന്നാലോ ഒരു പ്രശ്നമില്ല. പൗലോസ് പറഞ്ഞ മറക്കരുത്, ഞാൻ കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ നോക്കിക്കൊണ്ടിരിക്കും. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ. ഇന്ന് എന്നോട് ദൈവാത്മാവരെ പ്രശ്നത്തെ നോക്കുന്നവര് ആ കണ്ണ് അവിടുന്ന് പറിക്കണം. എന്നിട്ട് ആരെ നോക്കണം? യേശുവിനെ നോക്കണം. അപ്പൊ ഈ വാക്യത്തിനകത്തെ 1-ാമത്തെ ദൂത് പറയാൻ പോവാ. ഇത്രയും നേരം ഇതിൻ്റെ ഇച്ചിരി ചരിത്ര പശ്ചാത്തലമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. നിങ്ങളോടുള്ള 1-ാമത്തെ ദൂത് പറയാൻ പോവാ. ശ്രദ്ധിച്ചു കേൾക്കണം. 1-ാമത്തെ ദൂത് ശ്രദ്ധിച്ചോ. സ്തോത്രം. അപ്പം ഇവിടെ എഴുതിയിരിക്കുകയാണ്, സ്തോത്രം, എൻ്റെ കണ്ണ് ദൈവത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കണ്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി ഒന്നെടുത്ത് 2-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എവിടെയാ? എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു. എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു. അതിനർത്ഥം എന്നാ? കർത്താവ് മുമ്പിലും ഞാൻ പുറകിലുവാ. ദൂതിലോട്ട് വരിക. കർത്താവ് മുമ്പിലും ഞാൻ പുറകിലുവാ. ഈ ഒരു വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറണം. നിങ്ങളുടെ മുൻപിൽ ചലിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞ ചില മേഖല നിങ്ങൾക്ക് മുമ്പിൽ പോകുന്ന കർത്താവ് ഓപ്പൺ ചെയ്തു തരും. എന്നോട് പരിശുദ്ധാത്മാ പറയാം, നിനക്ക് മുമ്പിൽ ചില തടസ്സങ്ങളെ മാറ്റുവാൻ എൻ്റെ കർത്താവ് നിനക്ക് മുമ്പിൽ ചലിക്കാൻ പോവുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് ആരാധന കഴിഞ്ഞ് കൈയടിക്കുമ്പോഴല്ല, വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ തടസ്സങ്ങൾ മാറും.
കാരണം നിനക്ക് മുമ്പിൽ ദൈവം യാത്ര ചെയ്യുന്നു. എത്ര പേര് അതിന് ആമീൻ പറയും? അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറ, നിനക്ക് മുമ്പിൽ യേശു യാത്ര ചെയ്യുന്നു. സ്തോത്രം. ഒരു വാക്യം നമ്മുടെ ശ്രദ്ധയിലൊക്കെ നമുക്ക് കൊണ്ടുവരാം. ഇന്ന് എത്ര പേര് സ്തോത്രം ആമീൻ നിങ്ങളുടെ ആത്മതല ഒന്ന് തുറന്നിട്ട് പറയണം, എനിക്ക് മുമ്പിൽ കർത്താവ് യാത്ര ചെയ്യുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുവാൻ നിനക്ക് മുൻപിൽ എൻ്റെ കർത്താവ് ചലിക്കുക. ഓ ജീസസ്. ഇനി മന്ത്രവാദി ചലിക്കുന്ന ദിവസങ്ങളല്ല, എതിരാളി ചലിക്കുന്ന ദിവസങ്ങളല്ല. അവർക്ക് ചലിക്കാൻ പറ്റത്തുമില്ല, നീ ചലിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. റബന ഹസ്തിനി ബിഗുഡമന. വർഷങ്ങൾ നീ കാത്തിരുന്ന വിഷയത്തിന്റെ മറുപടി ഇന്ന് നിനക്ക് മുമ്പിൽ വെളിപ്പെടാൻ പോവുക. ചില വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ആദ്യത്തെ ദൂത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ യഹോവ തന്റെ അഭിഷക്തനായ കോരസിനോട് പറയുന്ന ഒരു ദൂത വായിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്നു, ദുർഘടങ്ങളെ നിരപ്പാക്കി. കോരസേ, ഞാൻ നിനക്ക് മുൻപിൽ പോകാൻ പോവാ. ദുർഘടങ്ങളെ നിരപ്പാക്കല്ലേ, ഞാൻ നിനക്ക് മുമ്പിൽ പോവുക. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ച കാര്യത്തിൽ ദൈവം മുമ്പിൽ പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാനൊരു ശബ്ദം കേൾക്കുന്നു, ചിലരുടെ റൂട്ട് ഇന്ന് ദൈവം ക്ലിയർ ചെയ്യും. ഒരാമയും വരുന്നില്ല. നമ്മൾ കണ്ടിട്ടില്ലയോ? ഞാൻ ഇനി ഒരു ആത്മതലം പറയാം. മന്ത്രിമാരൊക്കെ യാത്ര ചെയ്യുമ്പം സ്തോത്രം കണ്ടിട്ടുണ്ടോ? അവർക്ക് മുമ്പിൽ പോലീസ്, ട്രാഫിക് പോലീസൊക്കെ അവർ വരുന്ന റൂട്ടിലോട്ട് വേറൊരു വണ്ടി കയറാതെ ബ്ലോക്ക് ചെയ്യും. എന്നോട് ഹോളി സ്പിരിറ്റ് ഒരു വെളിപ്പാട് പറയുന്നു. സ്തോത്രം. നിന്റെ മുന്നോട്ടുള്ള മൂവ്മെന്റ്സിനെതിരെ സ്തോത്രം ദൈവം അതിൻ്റെ മുമ്പിൽ യാത്ര ചെയ്യുന്നത് ഞാൻ കാണുക. അവൻ പോകുന്നത് എന്തിനാ? ദുർഘടങ്ങളെ ദുർഘടങ്ങളെ ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും. ഒരാമി കഴിയത്തില്ലെന്ന് നീ പറഞ്ഞ ആ ദുർഘട മേഖലയെ എൻ്റെ ദൈവം ഡീൽ ചെയ്യാൻ പോവാ. എത്ര പേരാമീൻ പറയും? തടസ്സം എന്ന് പറഞ്ഞ് നീ പോയിട്ട് തിരിച്ചു വന്ന ആ റൂട്ട് ഇന്ന് ഹോളി സ്പിരിറ്റ് ക്ലിയർ ചെയ്യാം. ഞാനൊരു ശബ്ദം ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്നു. നിന്റെ ഭാവിയുടെ റൂട്ട് ഇന്നത്തെ ആരാധനയിൽ ദൈവം ക്ലിയർ ചെയ്യും. ഓ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വഴിയില്ലാത്തടത്ത് പുതിയ വഴി വെട്ടാൻ പോവാ. ഓ വഴിയിൽ യേശ്. ഓ മനസ്സിലായവര് ദൈവത്തിന് സ്തോത്രം ചെയ്യ. മനസ്സിലായവര് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ആർത്ത് വിളിച്ചൊരു ഹല്ലേലൂയ പറ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയുക. വഴിയില്ലാത്തടത്ത് ഒരു വഴി ഉണ്ടായി വരാൻ പോവുക. കാരണം നിനക്ക് മുമ്പിൽ ദൈവം ചലിക്കുന്നു. എന്നോട് ദൈവാത്മാവ് പറയാ, കുറെ നാളുകൾ സ്റ്റക്കായി കിടന്ന ചിലരുടെ മുമ്പിൽ വഴി ക്ലിയർ ചെയ്യാൻ പോവുക. ഓ യേശുവിന്റെ നാമത്തില്. ഓ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, നിന്റെ വഴി ക്ലിയർ ചെയ്യാൻ പോവാന്ന് പറ. എനിക്ക് ദൈവാത്മാവ് ഒരു ദൂത് വെളിപ്പെടുത്തി തരിക. ഈ ദിവസങ്ങളിൽ നിനക്ക് മുന്നോട്ടൊരു ചലനമുണ്ട്. കാരണം നിനക്ക് മുമ്പിൽ ദൈവം യാത്ര ചെയ്യുക. എത്ര പേര് അതിന് ആമീൻ പറയും? വളരെ നാളുകൾ കൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടിരുന്ന ചില മേഖല ഇന്നത്തെ ആരാധന പൊട്ടും. റൂട്ട് ക്ലിയർ ആകാൻ പോവുക. നിന്റെ കുഞ്ഞ് പഠിക്കാൻ പോകേണ്ട സ്ഥലത്ത് ആ റൂട്ട് മനസ്സിലായില്ല? ഇങ്ങോട്ട് നോക്ക. നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കണം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലോട്ട് വരുമ്പം അവർ പോകേണ്ട റൂട്ട് ദൈവം വരച്ചിട്ടേക്കുക. തമ്പുരാൻ വരച്ച റൂട്ട് മാപ്പ് നീ ചിന്തിക്കാത്ത സ്ഥലത്തൂടെ വരച്ചേക്കുന്നത്. അലറി ഒഴുകുന്ന ചെങ്കടലിന്റെ നടുക്കൂടെ ദൈവം റൂട്ട് മാപ്പ് ഇട്ടിട്ടുണ്ട്. സ്തോത്രം. മോശ എന്തിനാണെന്നറിയാമോ? തമ്പുരാൻ വരച്ച വഴിയിൽ കുറച്ച് വെള്ളം കയറി കിടപ്പുണ്ട്. അതിനെ വടി ചൂണ്ടി മാറ്റാനാ മോശ.
ഇന്ന് പകലും അഭിഷക്തന്മാരോട് ശുശ്രൂഷ ചെയ്യാൻ പോവുക. ദൈവം നിന്റെ ഫ്യൂച്ചറിൽ വരച്ച റൂട്ട് മാപ്പിനെ, അതിന്റെ മണ്ടയ്ക്ക് വീട് കിടക്കുന്ന മണ്ണ്, അതിന്റെ മണ്ടയ്ക്ക് വീട് കിടക്കുന്ന വെള്ളം, ഈ ശബ്ദമായി ദൂതനെ പറയിപ്പിച്ചത്, നിന്റെ റൂട്ട് ക്ലിയർ ചെയ്യാൻ പോവുക. നീ പോകേണ്ട റൂട്ടിൽ കൂടെ അല്ലിപ്പോ പോകുന്നത്. ഹോളി സ്പിരിറ്റ് പറയുന്നു നിന്റെ റൂട്ട് മാപ്പ് വ്യത്യസ്തമാ. ജീസസ്, എന്തോ സംഭവിക്കാൻ പോവുക. ദൈവം നിനക്ക് മുമ്പിൽ പോകുന്നു. ഞാൻ നിനക്ക് മുമ്പിൽ ചെന്ന് ദുർഘടങ്ങളെ വെട്ടിമാറ്റും. ദൈവത്തിന് ഇന്ന് ചിലത് വെട്ടിമാറ്റാനുണ്ട്. തടസ്സം നിൽക്കുന്ന ചിലതിനെ ദൈവത്തിന്റെ ആയുധങ്ങൾ കൊണ്ട് സ്തുതിക്കണേ, സ്തുതിച്ചോണം. നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പം ചില ആഭിചാരം ചെയ്തിട്ട മേഖലകളെ ദൈവത്തിന് വെട്ടിമാറ്റണം. നീ അതിലെയാ പോകണ്ടിയേ, നീ അതിലെയാ. സ്തോത്രം, സ്തോത്രം. നല്ലൊരു ഹല്ലേലൂയ പറ. ആർത്ത് വിളിച്ചൊരു ഹല്ലേലൂയ പറ. സ്തോത്രം, സ്തോത്രം. ഞാൻ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തിന് യാത്ര ചെയ്യുന്നയാളാണ്. അരി നമുക്ക് അവിടെ ചർച്ച ഉള്ളതുകൊണ്ട് എൻ്റെ ഓട്ടത്തിൽ ഏറ്റവും കൂടുതൽ ട്രിവാൻഡ്രം റൂട്ടാണ്. ആയൂര് ചെല്ലുമ്പം സ്തോത്രം, പണ്ട് റൈറ്റിലോട്ട് തിരിഞ്ഞൊരു പാലം കയറിയാ പോകുന്നത്. സ്തോത്രം. അന്ന് വീട് വെച്ചവരെല്ലാം ആ വീടിനെ ഫേസ് ചെയ്ത്, ആ റോഡിനെ ഫേസ് ചെയ്ത് വീട് വെച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് പുതിയ റോഡ് വെട്ടിയപ്പോൾ അവർ പറഞ്ഞു ആവശ്യമില്ലാത്ത വളവെല്ലാം മാറ്റാം. ആയൂർ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോയി അങ്ങനെ പോയ വഴി അവർ നേരെ അങ്ങ് വെട്ടിയപ്പം വീട് ഫ്രണ്ടിലോട്ടിരുന്ന പല വീടിൻ്റെ കിച്ചൺ അതിലേക്ക് കൂടെ ഇപ്പോൾ വണ്ടി പോകുന്നേ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ആദ്യത്തെ റൂട്ടിൻ്റെ മുമ്പിലാണ് ഇവർ വീട് വെച്ചേ. പക്ഷെ അവരറിഞ്ഞില്ല വേറൊരു റൂട്ട് മാപ്പ് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളീ പലരും വീട് വെക്കുമ്പം സ്തോത്രം, ഈ പത്തനാപുരം റോഡൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരാടെ കാർ പോർച്ചിനകത്തൂടെ വണ്ടി പോകുന്നത്. ഇപ്പം സ്തോത്രം, പുള്ളി പോർച്ചോട് ചേർന്നൊരു തള്ളു ഗേറ്റ് പിടിപ്പിച്ചേക്കുക. വീട്ടിൽ നിന്ന് റിമോട്ട് ഇടുമ്പം ഗേറ്റ് അങ്ങോട്ട് പോകും. എന്നാലും ഈ വണ്ടി ഇതിലെ പോകുന്നതിൻ്റെ പുക പുള്ളിയുടെ ബെഡ്റൂമിലെത്തും. കാര്യം പണ്ട് പൂന്തോട്ടത്തിന് വെച്ച സ്ഥലമെല്ലാം സർക്കാർ വരച്ച മാപ്പിൽ മാറിപ്പോയി. നിന്റെ കൺമുമ്പിൽ സർക്കാർ റൂട്ട് മാറ്റി മാറ്റി വരയ്ക്കുമെങ്കിൽ എൻ്റെ ദൈവം വരച്ചിരിക്കുന്ന റൂട്ട് മാപ്പിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. സ്തോത്രം. എന്നോട് ദൈവാത്മാവ് 2 ദൂത് പറഞ്ഞതുമായിട്ടാണ് ഞാൻ എഴുന്നേറ്റേക്കുന്നേ. ഒന്നാമത്തെ ദൂതിന് രാമ്യം പറയാമോ? നിന്റെ റൂട്ട് ഇന്ന് ക്ലിയർ ചെയ്യും ഹോളി സ്പിരിറ്റ്. ചേർന്ന് പറയാൻ പറ്റുമോ? ആമീൻ. നിന്റെ സന്തതി ഇപ്പൊ പോകുന്ന മേഖലകൾ മാറാൻ പോവുക. നീ സഞ്ചരിക്കുന്ന റൂട്ട് മാറാൻ പോവുക. നിന്റെ റൂട്ട് ഹോളി സ്പിരിറ്റ് എത്ര പേര് ആമീൻ പറയും? വചനം സത്യജ്. ഞാൻ നിനക്ക് മുമ്പിൽ ചെന്ന് ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി. ചിലതൊക്കെ എനിക്ക് നിരപ്പാക്കാനുണ്ട്, ചിലതൊക്കെ വെട്ടിമാറ്റാനുണ്ട്. സ്തോത്രം. എന്നോട് ദൈവാത്മാവ് പറയുക, നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് പറയുന്ന ഏതൊരു ശക്തിയെയും ഇന്ന് ദൈവം ഓവർകം ചെയ്യുക. പരിശുദ്ധാത്മാവ് നിനക്ക് മുമ്പിൽ ചലിക്കുക. ദാവീദ് പറയാ, ഞാൻ മുമ്പിൽ കാണുന്നത് ശത്രുവിനെ അല്ല, ദൈവത്തെയാ. യേശുവിന്റെ നാമത്തില് തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്യ്. ഇത് എഴുതിയ ദാവീദ് പറയും, എൻ്റെ അപ്പൻ റൂട്ട് മാപ്പ് വരച്ചാൽ എനിക്കൊരു ആടിന്റെ ഫാം ഉണ്ടാക്കി തരും. പക്ഷെ ദൈവം റൂട്ട് മാപ്പ് വരച്ചാൽ രാജ്യത്തിന്റെ ചെങ്കോൽ എൻ്റെ കയ്യിൽ കൈമാറും. ഞാൻ ഇന്ന് ഈ ആരാധന തീരുന്നതിന് മുമ്പേ പറയാം, നിന്നെ കുറിച്ച് ദൈവം ഒരു പുതിയ മാപ്പ് വരയ്ക്കുക.
ഓ, നീ എത്തേണ്ടിടത്ത് എത്തും, ചെല്ലേണ്ടിടത്ത് ചെല്ലും. നല്ലൊരാമീൻ പറഞ്ഞോട്ടെ, നല്ലൊരാമീൻ പറഞ്ഞോട്ടെ. അടുത്തിരിക്കുന്നതൊക്കെ കൈ കൊടുത്തേച്ച് പറ, വലിയ കാര്യങ്ങൾ നടക്കാൻ പോവാന്ന് പറ. ഞാൻ ഒരിക്കൽ ബാംഗ്ലൂരിൽ നിന്ന് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ 5-6 പേര് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് യോഗം കഴിഞ്ഞ് വെളി വരാനായിട്ട് ഹൊസൂർ റോഡ് ഇറങ്ങാനായിട്ട് വരിക. ഞങ്ങൾക്ക് വഴിയൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പം ഓരോ സിഗ്നലിൽ ചെല്ലുമ്പോൾ വണ്ടിക്കാരോട് ചോദിക്കും, ഹൊസൂർ റോഡ് എങ്ങനെയാ? പുള്ളി പറഞ്ഞു, ഷോർട്ട് വേ ഉണ്ട്, ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എടുത്താൽ മതി. ഇവർ പറയുന്നത് കേട്ട് ഞങ്ങൾ ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എടുക്കുമ്പോൾ പിന്നെ കറങ്ങി ഇവിടെ തന്നെ വരും. 10-55 മിനിറ്റ് ഞങ്ങളെ കറക്കി. അന്നേരം ആ വണ്ടി ഇരുന്നൊരു പയ്യൻ പറയുക, നമുക്ക് റൂട്ട് മാപ്പ് ഇടാം. ഇത്ര നേരം ഇവൻ എന്തെടുക്കുമായിരുന്നു? റൂട്ട് മാപ്പ് ഇട്ടപ്പം ഗൂഗിള് പറഞ്ഞു 36 മിനിറ്റ് കൊണ്ട് ഹൊസൂർ റോഡേ കയറുമെന്ന്. ഒരു പൈസയും കൊടുക്കാതെ ഒരു പെണ്ണ് വർത്താനം പറയാൻ തുടങ്ങി. ഇന്ന് വരെ ഒരു ചായ പോലും ആൾ അവർക്ക് കൊടുത്തിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, വർത്താനം പറയാൻ തുടങ്ങി. ഹൊസൂർ റോഡെ കൊണ്ട് എത്തിച്ചു. പിന്നെ സഹായം വേണ്ടി വന്നില്ല. എന്താ ഇവിടുത്തെ ദൂത്? ഈ ഗൂഗിൾ ഇത് സംസാരിക്കുന്നതിന്റെ കാര്യം അറിയോ? മേളിലിരിക്കുന്ന സാറ്റലൈറ്റുമായിട്ടാണ് ഇതിന്റെ കണക്ഷൻ. താഴെ നിന്ന് നോക്കുമ്പോൾ വഴിയില്ല, പക്ഷെ മേളിൽ നിന്ന് നോക്കുമ്പോൾ മൊത്തം വഴിയാണ്. സ്തോത്രം. എന്നോട് ഹോളി സ്പിരിറ്റ് ഒരു ആലോചന പറയുക, നീ ജനിച്ചിട്ട് ഇന്നു വരെ ഇല്ലാത്തൊരു ദൈവ പദ്ധതി നിന്റെ കുടുംബത്തിൽ ദൈവം ആവിഷ്കരിക്കാൻ പോകുന്നു. ഈ മനുഷ്യന് ദൈവത്തോടെ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് എപ്പോഴാണെന്നറിയോ? സാധാരണക്കാരുടെ ഭാഷ കേട്ടോ. മനുഷ്യർക്ക് ദൈവത്തോട് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന എപ്പോഴാണെന്നറിയോ? നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ ദൈവം ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്. നീ എത്ര ദേഷ്യപ്പെട്ടാലും നീ പ്രാർത്ഥിക്കുന്ന പോലെ ചെയ്യത്തില്ല. കാരണം നിന്റെ പ്രാർത്ഥന മുഴുവൻ നിന്റെ പൊട്ടബുദ്ധിക്കകത്തുന്ന. യോസഫിനെ തന്റെ പൊട്ടക്കുഴിക്കകത്തിട്ട് ചവിട്ടി കൂട്ടുക ചേട്ടന്മാര്. ദൈവം അനങ്ങുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവന്മാര് ജീൻസിന്റെ പോക്കറ്റിൽ കൈയിട്ട് യോസഫിനെ പിറ്റ പൈസയിലൊക്കെ തൊട്ടോണ്ട് പറയും, കളിച്ചാ ഇങ്ങനെ ഇരിക്കുവടാ. ദൈവം മിണ്ടുന്നില്ല. ഒരു സ്ത്രീ രംഗത്ത് വന്ന് ലുങ്കിയും പിടിച്ചോണ്ട് നിൽക്കുക, നിന്നെ പൂട്ടിയാഴ്ച മാറും. ദൈവം മിണ്ടുന്നില്ല. ദൈവത്തിനറിയാം ദൈവം വരച്ച റൂട്ട് കൃത്യ. അതിന് തടസ്സം നിൽക്കുന്നവരെല്ലാം ആ റൂട്ടിൽ നിന്ന് ദൈവം വെട്ടി മാറ്റിയിരിക്കും. എനിക്ക് തരുന്ന ബോധ്യം പറയാം, ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. നിന്റെ ദർശനത്തിന്റെ സമാപ്തിയിലേക്ക് എത്തിപ്പിക്കത്തില്ലെന്ന് പറയുന്ന ശത്രു തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ദൈവം പറയുക, ഇത് നിന്റെ ദിവസമാ, നിന്റെ റൂട്ട് ക്ലിയർ ചെയ്യാൻ പോ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇന്ന് നീ വീട്ടിൽ പോയാലും ഈ ദൂത് നിന്റെ വീട്ടിൽ പ്രവർത്തിക്കും. എന്നോട് ദൈവത്തിന്റെ ആത്മാ പറയുക, അടുത്ത 17 ദിവസം ചിലരുടെ റൂട്ട് ക്ലിയർ ചെയ്യാനായിട്ട് യേശുവിന്റെ നാമത്തിൽ നിന്നെ കൊണ്ടിയെല്ലായിടത്ത് കൊണ്ടുപോകാൻ തരണ്ട അനുഗ്രഹങ്ങൾ നിന്റെ കരത്തിൽ തരാൻ പരിശുദ്ധാത്മാ പറയുക. അതതിന്റെ പൂർത്തീകരണത്തിലേക്ക്. അതായത് ഈ മാസം 19-ാം തീയതി വരെ പ്രവചന ദൂത നിന്റെ പല റൂട്ടും പരിശുദ്ധാത്മാവ് ക്ലിയർ ചെയ്യും. അത് ചെയ്യുമ്പോൾ നീ പോലും അത്ഭുതപ്പെടും, നീ പോലും ഞെട്ടിപ്പോവും. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ചില റൂട്ട് ക്ലിയർ ആയേ പറ്റൂ? വാക്യത്തിലേക്ക് വരാം. ഞാൻ നിനക്ക് മുമ്പിൽ ചെന്ന്, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലുകളെ
തകർത്ത് എനിക്ക് ഇരുമ്പോടാമ്പലുകളെ ചിലതിനെയൊക്കെ തകർക്കാനുണ്ട്. എനിക്ക് ചിലതിനെയൊക്കെ, ഞാനൊരു കാര്യം പറയാം, യാത്രാമധ്യത്തിൽ മാർഗതടസ്സം സൃഷ്ടിച്ച ചിലതിനെ ദൈവത്തിന് കൈകാര്യം ചെയ്യാനുണ്ട്. ഒന്നുകൂടെ പറയാം, ചില പ്രതിയോഗി ഇനിയും നിന്റെ മുമ്പിൽ വരികയില്ല. ചില തടസ്സങ്ങൾ ഇനിയും നിന്റെ വഴിയിൽ വരികയില്ല. Glory to God. Glory to God. Glory to God. താമര കഥകളെ, സ്തോത്രം, താമ്രവാതിലുകളെ തകർത്ത് ഒന്ന് ഇരുമ്പോടാമ്പലുകളെ അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ചിലതൊക്കെ ദൈവം തകർക്കാൻ പോവാന്ന് പറ. Glory to God. നീ ഈ ദിവസങ്ങളിൽ സാക്ഷ്യം പറയാൻ പോവാ. എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയുടെ മുമ്പിൽ നിന്ന് ആ തടസ്സത്തെ ദൈവം തകർത്തു കളഞ്ഞു. ആ പദം ഉരുവിട്ട് പറ, ദൈവം തകർത്തു കളഞ്ഞു. തകർക്കുന്ന രാജരാജൻ. Glory to God. Glory to God. ഒന്നുകൂടെ പറയാം, നിന്റെ കുഞ്ഞിന്റെ ഫാമിലി ലൈഫിന് മുമ്പിൽ നിൽക്കുന്ന ആ താമര തുല്യമായ ചില വാതിലുകളെ എന്റെ ദൈവം തകർക്കാൻ പോവാ. Glory to God. ആലയം പണിക്ക് ഒരു വലിയ കൂട്ടം ഇറങ്ങി തിരിച്ചു. 16 വർഷം പണിയെ തടഞ്ഞു നിർത്തി. ഒരു പ്രവാചകൻ എഴുന്നേറ്റ് പറയുക, ആ പണി തുടങ്ങാൻ പോവാ. എങ്ങനെ? സൈന്യത്താലല്ല, ശക്തിയാലല്ല. ബാക്കി പറ. മനുഷ്യൻ ചെയ്യുന്ന കാര്യമുണ്ട്, ദൈവം ചെയ്യുന്ന കാര്യമുണ്ട്. ഇന്നിവിടെ നടക്കുന്നത് മനുഷ്യൻ ചെയ്യുന്ന കാര്യമല്ല, ദൈവം ചെയ്യുന്ന കാര്യമാണ്. മനസ്സിനെ ഒന്ന് ആമി തുറന്നേ. എത്ര പേര് റെഡിയാ? ലൈവിൽ കാണുന്ന നിന്നോടാ ദൂത്. ജീസസ്, ദൈവം ചിലത് ചെയ്യാൻ പോവാ. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? നീണ്ട 16 വർഷം നിന്നെ സ്റ്റക്കാക്കി വെച്ച, നിന്നെ തടഞ്ഞു നിർത്തിയ, നിന്റെ അനുഗ്രഹത്തെ ബന്ധിച്ച, നിന്റെ വെളിപ്പാടിനെ ബന്ധിച്ച, നിന്റെ അനുഗ്രഹത്തെ ബന്ധിച്ച ആ ശക്തിയെ നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കണം. പ്രവാചകൻ പറയുക, സൈന്യത്താലല്ല, ശക്തിയാലല്ല, മറിച്ച് എങ്ങനാ? ഒന്ന് ഉറക്കെ പറ, ദൈവത്തിന്റെ ആത്മാവിനാൽ. ഇന്നും നിനക്ക് മുമ്പിൽ വന്ന തടസ്സം പൊട്ടാൻ പോവുക. അത് സൈന്യത്താലല്ല, അത് ആഭിചാരമാകാം, അസൂയെന്നാകാം, മന്ത്രവാദമാകാം, നേർച്ചയാകാം, പൂജയാകാം, ഹോമമാകാം, ഉരുളികമത്താകാം. യേശു പറയുന്നു, ഇന്ന് അവന്റെ ആയുസ് തീരുക. ഞാൻ നിനക്ക് മുമ്പിൽ ചെന്ന് ചില താമര വാതിലുകളെ കണ്ടോ ചിലരുടെ മേൽ നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോ നീ പാർക്കുന്ന മണ്ണിനകത്തുനിന്ന് ചിലതൊക്കെ പൊട്ടിമാറും. സ്തോത്രം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരുന്നേ. ഞാൻ ആ ദൂതൊന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് വരട്ടെ. എത്ര വർഷം പണി തടസ്സപ്പെട്ടു? 16 വർഷം. എത്ര? എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൂത് പറയാം. കാലപ്പഴക്കം ചെന്ന ചില തടസ്സങ്ങളെ ഇന്ന് റൂട്ടിൽ നിന്ന് ഹോളി സ്പിരിറ്റ് ക്ലിയർ ചെയ്യാൻ പോവാ. ആമേൻ. നിനക്ക് ദൈവം അനുവദിച്ച വഴി ഇന്ന് തെളിഞ്ഞു കിട്ടും. നിനക്ക് ദൈവം ഒരുക്കി വെച്ച വഴി ഇന്ന് തെളിഞ്ഞു കിട്ടും. പ്രാർത്ഥിക്കുന്ന നിനക്ക് മുമ്പിൽ ആ വഴി തെളിഞ്ഞു കിട്ടും. പറയട്ടെ, എന്നെ ശ്രദ്ധിച്ച്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാളെ ഇവിടെ വന്നിട്ടുള്ളതായിരിക്കും, ഒരാൾക്കല്ല.
വീണ്ടും ഞാൻ കേൾക്കുന്നു, ദർശനത്തിനൊരവധി. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വൈകിയാലും വരും. അതിനായി കാത്തിരിക്ക. അത് വരും, നിശ്ചയം, താമസിക്കയില്ല. അത് വരും, അത് വരും, നിശ്ചയം. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുക. നീ പോകേണ്ട റൂട്ട് പരിശുദ്ധാത്മാവ് ക്ലിയർ ചെയ്യും. തടസ്സങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന തീരുമ്പം നിന്റെ റോഡ് ക്ലിയർ ചെയ്യും. തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യ്. അപ്പൊ 16 വർഷം പണി തടസ്സപ്പെട്ടു. പ്രവാചകൻ പറയാ, സൈന്യത്താലല്ല, ശക്തിയാലല്ല. ഈ 16 വർഷമായപ്പോ കേട്ടോണേ, ഈ തടസ്സം അങ്ങ് വലിയതായി. ചോദിക്കുക, സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവതമേ, ഇനിയും വിടുതലില്ലെന്ന് നീ പറഞ്ഞതാ. പക്ഷെ ദൈവം പറയാ, ആ മഹാപർവതത്തെ ദൈവം കൈകാര്യം ചെയ്യാൻ പോവാ. ദൈവം കൈകാര്യം ചെയ്യാൻ പോവാ. ഒരു മഹാപർവതം പോലെ. ദൈവം കൈകാര്യം ചെയ്യാൻ പോവാ. ഒരു മഹാപർവതം പോലെ തലപൊക്കി നിൽക്കുന്ന ആ സ്പിരിറ്റിനെ, ആ ദുഷ്ടശക്തിയെ, ആ സാത്താന്യ ശക്തിയെ അവിടെ എഴുതിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അതെന്ത് ചെയ്യുമെന്നാ എഴുതിയേക്കുന്നത് അറിയാമോ? ഞാൻ അതിനെ, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവതമേ, നീ ആർ? തമ്പുരാൻ ചോദിക്കാം, നീ ആരാടാ? നീ സമഭൂമിയായി എന്റെ ജനത്തിന്റെ മുമ്പിൽ 16 വർഷം വഴിമുടക്കിയായി വെളിപ്പെട്ട നീ ആരാടാ? ഒരു ദൂതൂടെ പറയാം, നിന്നെ കൊണ്ട് തുടങ്ങിച്ച ചിലത് നിന്നെ കൊണ്ട് തന്നെ ദൈവത്തിന് ഫുൾഫിൽ ചെയ്യിക്കണം. തുടങ്ങി വെച്ചത് വഴിമധ്യത്തിൽ മുടങ്ങിപ്പോയവർ ഈ ദൂത് കേൾക്കുന്നെങ്കിൽ ദൈവാത്മാ പറയാം, വീണ്ടും ആ പദ്ധതി റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഗ്ലോറി ടു ഗോഡ്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ഞാൻ ആത്മാവി പ്രവചിച്ചു പറയുക, ഇതുവരെ നടക്കാത്ത കാര്യം ഇന്നത്തെ പ്രാർത്ഥന നടക്കാൻ പോവുക. സ്തോത്രം. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവതമേ, നീ ആര്? സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവതമേ, നീ ആർ? നീ സമഭൂമിയായി തീരും. നീ സമഭൂമിയായി തീരും. നീ ഈ ഷേപ്പിൽ ഇനി നിൽക്കുകയല്ല. ഈ തടസ്സം ഈ ഷേപ്പിൽ നിൽക്കുകയല്ല. ഇത് സമഭൂമിയാകും. എന്നിട്ട് ഈ റൂട്ട് ക്ലിയർ ആയിട്ട് ഈ ആലയം പണിയും. നീ കേട്ടോ, കൃപ കൃപ എന്ന് ആർപ്പോടെ അതിന് ആണിക്കല്ല് കയറ്റും. Glory to God. എനിക്കെന്തോ പരിശുദ്ധാത്മാ ബോധ്യം തരുന്നു. നിരാശ വീണടത്ത് കൃപയുടെ വാക്ക് കേൾക്കാൻ പോവുക. നിരാശ വീണടത്ത് കൃപ പറയാൻ പോവുക. തടസ്സം വീണടത്ത് കൃപ എന്ന് പറയാൻ പോവുക. എത്ര പേർക്ക് മനസ്സിൽ പറയാൻ പറ്റും, എന്റെ റൂട്ട് ക്ലിയർ ചെയ്യാൻ പോവാ പരിശുദ്ധാത്മാവ്? പോക്കറ്റ് റോഡിൽ ഓടിയൊരു വണ്ടി സിഗ്നൽ ഇല്ലാത്ത ഹൈവേയിലോട്ട് ഇറങ്ങിയാൽ, നമ്മളിവിടുന്ന് കോട്ടയത്തുനിന്ന് മുണ്ടക്കയം കയറി കുമളി കയറി ഡിണ്ടിക്കൽ അങ്ങോട്ട് ഇറങ്ങിയാൽ അടുത്ത ബാംഗ്ലൂർ ഹൈവേ 4 ലൈനാ. കയറിയ പിന്നെ ഒരു പോക്ക. ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെറുക പൊക്കണം. ആഗ്രഹം ഇല്ല, സിഗ്നൽ ഇല്ലാത്ത ലൈറ്റ് പോലെ. സ്തോത്രം. സിഗ്നൽ ഇല്ലാത്ത റോഡ് പോലെ ചില മേഖല ക്ലിയർ ആവും. ഞാൻ ആത്മാവി കാണുക, ഇനിയും ചില ബ്രേക്ക് വരികയില്ല. കാരണം നിന്റെ റോഡ്, നിന്റെ റൂട്ട് ഹോളി സ്പിരിറ്റ് ക്ലിയർ ചെയ്യുക. ആരതിന് തടസ്സം നിന്നാലും വെട്ടി മാറ്റും അവൻ.
ഈ മാസം 19-ാം തീയതി കഴിയുന്നതിന് മുമ്പ് പെൻഡിംഗ് ആയി നിന്ന ഒത്തിരി കാര്യം നിന്റെ വീട്ടിൽ നടക്കും. അടുത്തിരിക്കുന്നൊക്കെ ഒന്ന് കൈ കൊടുത്ത് പറ, ഉടനെ നടക്കുമെന്ന് പറ. ചിരിച്ചോണ്ട് പറ, ഉടനെ നടക്കും. ലൈവ് കാണുന്നവർ ആമീനൊക്കെ പറ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പോലെ ഇപ്പം ഞാൻ ഈ ദൂത പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് എന്നോട് പരിശുദ്ധാത്മാവ് പറയാ, ജനത്തോട് പറ, ഞാൻ ആ റൂട്ട് ക്ലിയർ ചെയ്യും. ജീസസ് യോസഫിനെ ഇത്ര നേരം പടയാളികൾ ചവിട്ടിക്കൂട്ടുമായിരുന്നു. ഇപ്പം പടയാളികൾ ആ കാല് വിറച്ച് സല്യൂട്ട് അടിച്ചുകൊണ്ട് നിൽക്കുക. ആരുടെ മുമ്പിൽ? യോസഫിന്റെ മുമ്പിൽ. വഴി ക്ലിയർ ആയാൽ സ്ഥിതി മാറും. നീ കേട്ട മുഴുവൻ പ്രവചനവും ഈ റൂട്ട് ക്ലിയർ ആയാൽ മനസ്സിലാവുന്നു? ഹല്ലേലൂയ. ദാവീദ് പറയുക, ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ എൻ്റെ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ. അയ്യോ, അപ്പുറത്തെ മനുഷ്യൻ എന്നെ തകർക്കാൻ നിൽക്കുമോ, അവനെ കാണുന്നില്ല. അങ്ങനെ ഉണ്ടോ? അതൊരു പുതിയ അറിവാണ്. എന്നിട്ട് അത് ആരോടും പറയുന്നില്ല, ഞാൻ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുക. പ്രശ്നങ്ങളെ അല്ല, യേശുവിനെ കാണണം. യേശുവിനെ കാണണം. ഞാൻ ഈ വാക്ക് അവസാനിപ്പിക്കുമ്പോൾ ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് പറയുക, ദൈവം വരച്ചിട്ട റൂട്ട്, നീ പോകേണ്ട റൂട്ട്, നീ ചെല്ലേണ്ട വഴി, നീ ചെന്നിരിക്കേണ്ട ഇരിപ്പിടം, ഇതെല്ലാം ദൈവം ഒന്ന് ക്ലിയർ ചെയ്യുക. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. പ്രാർത്ഥിക്കുന്നവൻ്റെ ഭാവി പ്രവചിക്കാൻ കഴിയില്ല. പ്രാർത്ഥിക്കുന്നവൻ്റെ ഭാവി പ്രവചിക്കാൻ കഴിയത്തില്ല. അത്ര ശ്രേഷ്ഠമായ ഭാവിയാ. ഇന്ന് ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ മേൽ തീ വെളിപ്പെടട്ടെ, നിന്റെ മേൽ അഗ്നി വെളിപ്പെടട്ടെ. സൈന്യത്താൽ അല്ല. രണ്ട് കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്, രണ്ട് കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്, കർത്താവേ, അങ്ങേ ആഗ്രഹിക്കുന്ന വഴിയെ കൂടെ എന്നെ കൊണ്ടുപോകണേ. നിന്റെ വീടിനകത്ത് ജീസസ് നടക്കത്തില്ലെന്ന് പറഞ്ഞ ചില വിവാഹങ്ങൾ നടക്കാൻ പോവാ. നിന്റെ വീടിനകത്ത് ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ ചില ജോലി ലഭിക്കാൻ പോവാ. നീ പോകത്തില്ലെന്ന് പറഞ്ഞ രാജ്യത്ത് നിന്നെ കൊണ്ടുപോകാൻ പോവാ. നിന്റെ റൂട്ട് ക്ലിയർ ചെയ്യാൻ പോവാ. ഞാൻ നിനക്ക് മുമ്പിൽ ചെന്ന് ദുർഘടങ്ങളെ വെട്ടിമാറ്റി താമര വാതിലുകളെ തുറന്ന്